പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗം ഒരുക്കിയ സാവകാശമോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു നല്ലവൻ. കർത്താവ് നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നു, കർത്താവ് കരുതുന്നു, സൂക്ഷിക്കുന്നല്ലോ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മെയ് മാസം 6-ാം തീയതി രാത്രിയാണ് ഞാൻ ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ചില ദൈവശബ്ദങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് മുമ്പിൽ ഞാൻ കൈമാറുന്നു. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ കണ്ട് നമ്മളെല്ലാം പറയാറുള്ള കാര്യമുണ്ട്, ഇത് നമുക്കൊരു കുരിശായല്ലോ, ഇതെത്ര നാളായി ഞാൻ ഈ കുരിശ് വഹിക്കുന്നു എന്നൊക്കെ നമ്മൾ ഒത്തിരി പറയാറുണ്ട്. പലരും നമ്മൾ പറയുന്ന കോമൺലി പറയുന്ന ഒരു വാക്കാണ്, ഇതൊരു കുരിശായി, ഇല്ലെങ്കിൽ ഇതൊരു തലവേദനയായി, ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു കുരിശാണ്, ഈ ക്രൂശ് വഹിച്ച് എത്ര നാൾ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും, അങ്ങനെ പറഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് നിൽക്കുന്ന അഭിഷിക്തന്മാരോട്, ദൈവജനത്തോട് പരിശുദ്ധാത്മാവിന് കൈമാറാനുള്ള ദൈവശബ്ദമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, ശോധനകൾ, ചിലത് രോഗമായിരിക്കാം, ചിലത് കടഭാരമായിരിക്കാം, ചിലത് ഒറ്റപ്പെടലായിരിക്കാം, ചില പ്രതിസന്ധികളുടെ അകത്ത് നിങ്ങൾ വീണതായിരിക്കാം, നിങ്ങൾക്ക് ജോലി ഇല്ലാത്തതായിരിക്കാം, ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, തലമുറയുടെ വിഷയങ്ങളായിരിക്കാം. ഏത് തന്നെയാണെങ്കിലും ചില മാസങ്ങളായി, ചില വർഷങ്ങളായി നിങ്ങൾ പേർക്കൊണ്ട് നടക്കുന്ന ആ ക്രൂശ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റ്, ആ വിഷയം ദൈവാത്മാവ് തൊടുന്ന ഒരു ദിനങ്ങളായി ഇത് മാറട്ടെ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ചില പ്രശ്നങ്ങൾ സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമോ, ഇല്ലെങ്കിൽ നമുക്ക് നേരിടാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റാതെയൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പദമാണ്, ഇത് തലവേദന, ഇത് ക്രൂശായല്ലോ, ഇത് കുരിശാണല്ലോ, ഈ കുരിശ് ഞാൻ എത്ര നാൾ ചുമക്കണം എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ആമേൻ. അങ്ങനെ പ്രയാസപ്പെട്ട് നിരാശയുടെ വാക്കുകൾ പറയുന്ന ദൈവജനത്തോട്, സഹോദരിയോട്, സഹോദരനോട്, മാതാവിനോട്, പിതാവിനോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ള ശബ്ദം നിങ്ങൾ കേട്ടുകൊള്ളുക. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ചില വർഷങ്ങളായി, ചില മാസങ്ങളായി, ചില ദിവസങ്ങളായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, നിങ്ങളെ വേദനപ്പെടുത്തുന്ന, നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന, നിങ്ങളുടെ സ്വസ്ഥതയെ കളയുന്ന, നിങ്ങളുടെ സമാധാനത്തെ കളഞ്ഞു കുളിച്ചിരിക്കുന്ന, നിങ്ങളുടെ വീടിൻ്റെ അകത്തെ, ജീവിതത്തിൻ്റെ അകത്തെ ആനന്ദത്തെ കളഞ്ഞ ചില ക്രൂശെന്ന് പറയുന്ന ചില വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങാൻ പോകുന്നു, കർത്താവിൻ്റെ കരം വരാൻ പോകുന്നു. കർത്താവ് ഡയറക്റ്റ് ചില കാര്യങ്ങൾ ചിലരുടെ ജീവിതത്തിൽ നിന്നും ചില ക്രൂശ് എന്ന് പറയുന്ന, പ്രശ്നമെന്ന് പറയുന്ന, പ്രതിസന്ധി എന്ന് പറയുന്നതിനെ യേശു തന്നെ എടുത്തു മാറ്റുന്ന വിധത്തിലുള്ള ദൈവപ്രവർത്തികൾ കാണാൻ പോകുന്നു. ആമേൻ. എന്നെ ഒത്തിരി പേര് വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി പേര് പരാതി പറയാറുണ്ട്, എടുക്കുന്നില്ലെന്ന് പറഞ്ഞ്. പിന്നെ കുറച്ച് പേര് ഇത് ശരിയല്ലെന്ന് പറയുന്നവരുണ്ട്. ഒത്തിരി പരാതികൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സ്നേഹിതരായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ദേശക്കാരായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ സഭക്കാരായിരിക്കാം. പലതും പല രീതിയിൽ വരാം. പക്ഷേ ഇതിനൊന്നും മൈൻഡ് ചെയ്യരുത്. നിന്റെ പേരുള്ള, നമ്മുടെ പേരുള്ള ഈ അഭിഷേകം അത് സ്വർഗത്തിൻ്റെ അല്ലേ, പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? ആരും സ്നേഹിച്ചെന്ന് വരത്തില്ല, ആരും കരുതിയെന്ന് വരത്തില്ല. വർഷങ്ങൾക്ക് മുമ്പിലുള്ള നിന്റെ കുറവുകൾ, നിന്റെ ബലഹീനതകളെ പൊക്കിയായിരിക്കും ഇപ്പോഴും അവർ സംസാരിക്കുന്നത്. പക്ഷെ നീ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിനക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ. നീ കൊടുത്ത വില എന്തെന്നും ദൈവത്തിന് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. നീ ദൈവസ്ഥിരം പ്രാർത്ഥിക്കുന്നതും കരയുന്നതും ഉപവസിക്കുന്നതും നാട്ടുകാരൊന്നും കാണുന്നില്ലെന്നേ, സഭക്കാരും കാണത്തില്ല, നിങ്ങളുടെ സ്നേഹിതരൊന്നും കാണത്തില്ല. പക്ഷെ നീ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കരയുന്നതും മണിക്കൂറുകൾ ദൈവസന്നിധി ഇരിക്കുന്നതും കാണുന്ന ഒരു നല്ല സ്വർഗമുണ്ട്. നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട, ആർക്കും തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ട. പക്ഷേ ദൈവസന്നിധിയിൽ
വിശ്വസ്തയായി നമ്മൾ നിൽക്കുക എന്ന് മാത്രം. അതിനുള്ള കൃപ ചോദിച്ചു വാങ്ങിക്കുക, അതിനുള്ള അഭിഷേകത്തെ നമ്മൾ പ്രാപിക്കുക. നീ ദൈവത്തോട് ചേർന്നിരിക്കുക, അവൻ നിന്നോടും ചേർന്നിരിക്കും. ആമേൻ. ഞാൻ പല നാളുകൾ 40, 21, 7 പല തവണ ദൈവസന്നിധിയിൽ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നാളുകൾ. ആമേൻ. ഇതിൻ്റെ പിറകിൽ ഒത്തിരി ഇപ്പോൾ പ്രവചിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദൂത് പറയുന്നുണ്ടെങ്കിൽ ഇന്നലെ മുളച്ചതല്ല. ആമേൻ. നാളുകൾ കൊടുത്ത വില, ആമേൻ, ദൈവസന്നിധിയിൽ കൊടുത്ത വില ചെറുതല്ല, വലുതാണ്. ആമേൻ. എന്നെ പേഴ്സണലായി അറിയുന്ന ദൈവദാസന്മാർക്ക്, വിശ്വാസി സമൂഹത്തിന് എന്നെ അറിയാം. ആമേൻ. ഈ കഴിഞ്ഞ ദിവസം ആമേൻ ഞാനിങ്ങനെ ചെവി കേട്ടു, ഈ പ്രവചിക്കുന്ന പ്രവചന ശബ്ദങ്ങളൊക്കെ എനിക്ക് ഒത്തിരി തമാശയായിട്ട് എനിക്ക് തോന്നിയത്. അവരറിവില്ലായ്മ, ദൈവത്തോട് ക്ഷമിക്കട്ടെ സഹോദര. ഈ ഇദ്ദേഹം പ്രവചിക്കുന്ന പ്രവചനങ്ങൾ ഏതോ ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്ന്, ഏത് ഇംഗ്ലീഷ് ബുക്കിൽ നിന്ന്, ഏത് ഇംഗ്ലീഷുകാരൻ എഴുതി വച്ചിരിക്കുന്നതോ അവൻ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് അത് വായിച്ചു പഠിച്ചിട്ടാണ് ഈ രാജ്യങ്ങളോട് പ്രവചിക്കുന്നത് എന്നൊരു വ്യക്തി പറഞ്ഞത് എൻ്റെ ചെവിയിലെത്തി. അയ്യോ, ഞാൻ ആ സഹോദരൻ ഇത് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ദൈവജനത്തോട് തുറന്ന മനസ്സോടെ ഞാൻ പറയുന്നു, ആമേൻ, ഞാൻ ഈ വേദപുസ്തകം, മലയാളം ബൈബിൾ, ഈ ബൈബിള് വായിച്ചിട്ടാണ് ഞാൻ മലയാളം വായിക്കാൻ പഠിക്കുന്നത്. ഞാൻ നിങ്ങളെപ്പോലെ വിദ്യാസമ്പന്നനല്ല, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന രീതികളും ശൈലികളെല്ലാം പരിശുദ്ധാത്മാവിലേക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. ആമേൻ. എന്നെ അടുത്തറിയുന്ന എൻ്റെ സഹോദരന്മാരെ പാസ്റ്റേഴ്സിനറിയാം, ഞാൻ സാക്ഷ്യം പറഞ്ഞുള്ള സഭയ്ക്കറിയാം, എൻ്റെ ദേശക്കാർക്കറിയാം. ആമേൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ദേവദാസൻ പ്രസംഗിക്കുന്ന കേട്ടു. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ സ്പെല്ലിംഗ് പോലും അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു എന്ന്. ഞാൻ പഠിച്ച ബൈബിൾ കോളേജ് മൗണ്ട് സിയോൺ ബൈബിൾ കോളേജാണ്. അവിടുത്തെ അന്നത്തെ 2004 എഡ്യൂക്കേഷൻ ഡയറക്ടറായിരിക്കുന്ന ജെയിംസ് സാറിനൊക്കെ, അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഇദ്ദേഹം അവിടെ അസൈൻമെൻറ്റും ബുക്കും എഴുതിയത്, നോട്ടൊക്കെ എഴുതിയത് എങ്ങനെയാണ്. എൻ്റെ കൂടെ പഠിച്ച സഹോദരങ്ങളാണ് എനിക്ക് എഴുതി തന്നെ. എനിക്ക് എഴുത്തും വായന അറിയാത്ത മനുഷ്യൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ്, മലയാളം പറയാറിയും അത്യാവശ്യം, അല്ലാതെ വേറെ ഒന്നും എനിക്കറിയത്തില്ല, ഒന്നും അറിയാത്ത മനുഷ്യൻ. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്ന വെളിപ്പാടും ദർശനവും കേൾക്കുന്ന ദൈവശബ്ദമല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഏത് രാജ്യങ്ങളുടെ ശൈലികളും അവിടുത്തെ കാലാവസ്ഥ എനിക്കൊന്നും അറിയില്ല. എൻ്റെ അപ്പൻ എന്നോട് പറയുന്നത് ഞാൻ പറയും. ഞാൻ പറയത്തില്ലായിരുന്നു. പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഒന്നുമല്ലാത്ത ബിഗ് സീറോയായ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത് എൻ്റെ കർത്താവാണ്, എൻ്റെ യേശുവാണ്. എൻ്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. വെറും ഉളുമ്പുമണം മാത്രമുള്ള മുക്കുവന്മാരെ അഭിഷേകം ചെയ്ത് ഉപയോഗിച്ച കർത്താവ് അത് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഒരു ഗുണവും മണവും വിദ്യാഭ്യാസവും കുലവും മഹിമകളും ഒന്നുമില്ലാത്ത എന്നെ യേശു അഭിഷേകം ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ഫോണുകളിൽ വീഡിയോയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നു. ആമേൻ. അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ദൈവശബ്ദം, ദൈവശക്തി, ദൈവകൃപ എന്നിൽ പകർന്നുകൊണ്ട്. ആമേൻ. പറയുന്നവർ പറയട്ടെ, അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നില്ലേ, പക്ഷേ അവർ കേൾക്കുന്നുണ്ട്, കേൾക്കട്ടെ. ആമേൻ. ഇതാണ് എൻ്റെ ചരിത്രം. ഒന്നും അറിയാത്ത മനുഷ്യൻ, പക്ഷേ ആമേൻ ഒരു ബുക്കുകളോ ഒന്നുമില്ല. ഞാൻ ആകെ വായിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ബൈബിൾ മാത്രമാണ്. ആമേൻ. അല്ലാതെ ഒരു ബുക്സുകളും എൻ്റെ വീട്ടിൽ പോലും ഇല്ല, എനിക്കറിയില്ല. ആമേൻ. ഇതിനകത്ത് വാക്യങ്ങളെല്ലാം ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. പക്ഷെ എനിക്ക് അവരോട് ഒരു പ്രയാസമില്ല. കർത്താവ് പറഞ്ഞിരുന്നു ഇതൊക്കെ ഉണ്ടാവുമെന്നുള്ളത്, മൈൻഡ് ചെയ്യണം. ആമേൻ. പക്ഷേ ആമേൻ, ഇങ്ങനെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, നിങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട. അഭിഷേകം തന്നത് കർത്താവല്ലേ.
നിന്നെ ശക്തിപ്പെടുത്തിയതും നിന്നെ വേലയ്ക്ക് വേണ്ടി ഇറക്കിയതും കർത്താവല്ലേ? നിന്നെ അഭിഷേകം ചെയ്ത് കർത്താവല്ലേ? ആ കർത്താവിനെ മാത്രം നോക്കുക. ആമേൻ. യേശുവിലേക്ക് മാത്രം നീ നിന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. നിന്നോട് പറയുന്ന ശബ്ദം ദൈവത്തിൻ്റെതാണെങ്കിൽ നീ ധൈര്യത്തോടെ പറയുക. ആമേൻ. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. ഒരു സൈഡിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മറു സൈഡിൽ ഒത്തിരി ജാതികരായിട്ടുള്ള ഒത്തിരി പേർ സുവിശേഷം കേൾക്കുന്നു. അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ രക്ഷിക്കപ്പെടുന്നുണ്ട്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. സ്വർഗവും സന്തോഷിക്കുന്നു. ഒത്തിരി പേര് എന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും എൻ്റെ വീട്ടിൽ വരികയും ചെയ്യുന്നുണ്ട്. പലരും വിദേശത്തുള്ള പലരും വിളിക്കുന്നുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ജാതികരായവർ അവർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്നാനപ്പെടാൻ വേണ്ടി പലർ തയ്യാറെടുക്കുന്നു. പല സമുദായത്തിലുള്ള പല സമുദായത്തിലുള്ളവർ ഞാൻ വ്യക്തിപരമൊന്നും പറയുന്നില്ല. പലരും വീട്ടിൽ വരുന്നു. അവർ ഈ അടുത്ത ദിവസങ്ങളിൽ സ്നാനത്തിന് വേണ്ടി ഒരുങ്ങുന്നു. പലരും ചോദിക്കാറുണ്ട്, സഹോദര വല്ല പണിക്ക് പോയിക്കൂടെ, ഇല്ല സുവിശേഷം പറ. ഞാൻ പറയുന്നത് അത് തന്നെ സഹോദര. പക്ഷെ ഞാൻ പറയുന്ന സുവിശേഷം ജാതികൾക്ക് മനസ്സിലാകുന്നുണ്ട്. ബന്ധുക്കോസുകാർക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ ജാതികൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെടുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. കുറച്ചുകൂടെ പറഞ്ഞാൽ സന്യാസി സമൂഹത്തിലുള്ളവർ പോലും കൃപയാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിക്കുന്നു. നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിലും പരിഹസിക്കരുത്. പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കരുത്. ഒത്തിരി വില കൊടുത്താണ് ഈ അഭിഷിക്തന്മാരെല്ലാം ശുശ്രൂഷിക്കുന്നതും അവർ ആലോചനകൾ കൈമാറുന്നതും. പ്രാർത്ഥിക്കുക. സുവിശേഷം രാജ്യത്തിൻ്റെ അറ്റത്തോളം എത്തട്ടെ, ഭൂമിയുടെ അറ്റത്തോളം എത്തട്ടെ. അതേത് വിധത്തിലാണോ അതങ്ങ് എത്തട്ടെ. കർത്താവ് എങ്ങനെയാണോ ഓരോരുത്തരും ഉപയോഗിക്കുന്നത് അങ്ങനെ അവർ ഉപയോഗിക്കപ്പെടട്ടെ. അസൂയ കള, ദൈവസ്നേഹത്താൽ നിറയെ പ്രാർത്ഥിക്ക്. ദൈവദാസന്മാർക്ക് വേണ്ടി, അഭിഷിക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവിനെ വീണ്ടും ഉപയോഗിക്കട്ടെ. ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ഒത്തിരി ഭാരത്തോടെ, പ്രയാസത്തോടെ, സങ്കടത്തോടെ ഇരിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ മീഡിയ വലിയ വിടുതലുണ്ടാക്കുന്നുണ്ട്, വലിയ ഉപകാരമായി മാറുന്നുണ്ട്. ഒത്തിരി പേർ, എത്രയോ ഫാമിലീസ്, തകർന്ന കുടുംബങ്ങൾ, തകർന്ന തലമുറകൾ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, എത്രയോ പേർ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവർക്ക് വിടുതലുണ്ടാകുന്നു. ഫ്രൈസല്ലോ. ഞാൻ എൻ്റെ കഴിവും എടുക്കുക പറയല്ല പ്രിയരെ. ഇവനൊന്നും ഒരു പണിയില്ലേ, അവന് വേർപ്പിൻ്റെ അസുഖമാ എന്നൊക്കെ കമൻ്റ് ഇടുന്നതോട് ഞാൻ പറയുന്നു, സഹോദര സഹോദരി, നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നീ ചെയ്യണ്ട. ചിലർ പറയുന്നു ഇത് പൈസ ഉണ്ടാക്കുന്ന മാർഗമാണ്, അവൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാൻ ചോദിക്കുന്നു, ഈ പ്രസംഗങ്ങൾ കേൾക്കുന്നതിൻ്റെ പുറകെ എൻ്റെ അക്കൗണ്ട് നമ്പർ ഒന്നും ഞാൻ വിടുന്നില്ലല്ലോ, പിന്നെ എങ്ങോട്ടാണ് നിങ്ങൾ പൈസ അയച്ചു തരുന്നേ? എൻ്റെ വ്യക്തിപരമായ ഫോൺ നമ്പർ ഇല്ല. യൂട്യൂബിൽ വാട്സപ്പ് നമ്പർ മാത്രം, അതിന് മിക്കതും എടുക്കാറില്ല. QR കോഡ് ഇല്ല. പിന്നെ എങ്ങനെ ഞാൻ പൈസ ഉണ്ടാക്കുന്നേ? കള സഹോദരൻ, ഇതിങ്ങനത്തെ ഒക്കെ വെറുതെയുള്ള വർത്തമാനങ്ങൾ കളഞ്ഞിട്ട് കർത്താവേ ആ സഹോദരനെ വീണ്ടും ഉപയോഗിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ വീണ്ടും അവനെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് തന്ന ചില ദൈവശബ്ദങ്ങളെ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി മലമുകളിലേക്ക് കൊണ്ടുപോകുന്ന വഴി, യേശുവിനെ ക്രൂശിക്കാൻ പട്ടാളക്കാർ, യഹൂദന്മാർ കൊണ്ടുപോകുന്ന വഴി, യേശു ക്രൂശും വഹിച്ചു പോകുമ്പോൾ ഇടവഴിയിൽ വെച്ച് കുറേനക്കാരനായ ശീമോൻ നടന്നു വരുന്ന കണ്ട് അവൻ വയലിൽ പോയി അധ്വാനിച്ച് മടങ്ങി വരുന്ന സമയത്ത്, വൈകുന്നേരം മടങ്ങി വരുന്ന സമയത്ത് നിർഭാഗ്യവശാൽ ആ മനുഷ്യന്റെ ചിന്തയിൽ നിർഭാഗ്യവശാൽ ആ റൂട്ടിൽ വന്നു. യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ
കുറേനക്കാരനായ ശീമോനോട് പട്ടാളക്കാർ നിർബന്ധിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന പദം എങ്ങനെയാണ്? അവനെ ക്രൂശെടുക്കാൻ നിർബന്ധിച്ചു. കാരണം അവൻ എടുക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല. കാരണം അന്നത്തെ കാലത്ത് ഏറ്റവും നിന്ദയായ ഒരു വസ്തുവാണ് ക്രൂശ്. അത് ചുമക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ താഴ്ന്ന കുലത്തിൽപ്പെട്ടതാണ്, ഞാൻ സാധാരണക്കാരാണ്. പക്ഷേ ആ ശാപ കുരിശ് എടുക്കാൻ എനിക്ക് മനസ്സില്ല. അതുകൊണ്ട് അവൻ അതിനെ എടുക്കാതിരിക്കാനുള്ള മാക്സിമം ട്രൈ ചെയ്തു. പക്ഷേ അവരുടെ നിർബന്ധം നിമിത്തം, പട്ടാളക്കാരുടെ നിർബന്ധം നിമിത്തം ക്രൂശ് ശീമോന്റെ ചുമലിൽ വന്നു. ആമേൻ. നിർബന്ധിച്ചു ക്രൂശ് അവന്റെ ചുമലിൽ വെച്ചു. ഒരു ആഗ്രഹവുമില്ല, ക്രൂശ് എടുക്കാൻ ഒരു ആഗ്രഹവുമില്ല. അവൻ സന്തോഷത്തോടെ, എല്ലാ ദുഃഖത്തോടെ, ഭാരത്തോടെ, പ്രാഗിയായിരിക്കാം കുരിശെടുത്ത്. എന്തിനാണ് ഈ സമയത്ത് ഈ റൂട്ടിന് വന്നേ? ഏത് നേരത്താണോ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്? എന്തിനാണോ ഇങ്ങോട്ട് വന്നേ എന്ന് പലതും അവൻ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ അവന്റെ തലയിൽ ആ ക്രൂശ്, അവന്റെ ചുമലിൽ ആ ക്രൂശ് നിർബന്ധിച്ച് പട്ടാളക്കാർ വയ്ക്കുന്നു. പക്ഷേ അവൻ ആ ക്രൂശ് അധികം വഹിക്കേണ്ട വന്നില്ല. ഉടനെ തന്നെ യേശു ക്രൂശ് തിരിച്ചു വാങ്ങി. പ്രിയരെ, നിർബന്ധത്താലാണ് ക്രൂശ് അവന്റെ ചുമലിൽ വന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ചരിത്രങ്ങൾ പറയുന്നു, വചനം പറയുന്നു, ക്രൂശ് വഹിച്ച ശീമോന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. നിർബന്ധത്താൽ ക്രൂശ് വഹിച്ച ശീമോന്റെ തലമുറ, കുടുംബം ദേശത്ത് മാന്യതയുള്ളതും അനുഗ്രഹിക്കപ്പെട്ടതുമായി മാറി. ആമേൻ. ഒരു തലമുറ ഗവർണറായി മാറി, ഒരു തലമുറ ബിഷപ്പായി മാറി, ശുശ്രൂഷയിലായി മാറി. അതുപോലെ മാനിക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട, ഇന്നും ചരിത്ര പുസ്തകങ്ങളിൽ, ഇന്നും ബൈബിളിൽ അവരുടെ പേര് വരെ എഴുതി വച്ചിരിക്കുന്നു. ആ വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. നിർബന്ധത്താൽ അവൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചതല്ല, അവന്റെ സ്വയം ഇഷ്ടത്തിൽ പോയി ക്രൂശ് എടുത്തതല്ല, മറ്റുള്ളവരുടെ നിർബന്ധത്താൽ വഴങ്ങി ക്രൂശ് ചുമന്നവന്റെ തലമുറയായി അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, ആമേൻ, മറ്റുള്ളവരുടെ നിർബന്ധം നിമിത്തം ക്രൂശ് വഹിച്ച, യേശുവിന്റെ ക്രൂശ് വഹിച്ച തലമുറ, യേശുവിന്റെ ക്രൂശ് വഹിച്ച കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവ ശബ്ദം കൈമാറുന്നു. നിർബന്ധ നിമിത്തമല്ല, സ്വയം മനസ്സോടെ, സ്വന്തം ഇഷ്ടപ്രകാരം ഈ ക്രൂശെടുക്കാൻ, ഈ നിന്ന വഹിക്കാൻ തയ്യാറായ, ഈ വചനത്തെ ചുമക്കാൻ തയ്യാറായ, ആമേൻ, ഈ പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് കയറാൻ തയ്യാറായ, ആമേൻ, ഈ നിന്ദയുടെ ക്രൂശെടുക്കാൻ തയ്യാറായ, ആമേൻ, നിങ്ങളുടെ തലമുറ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. ആമേൻ. ഇറങ്ങിയത് വെറുതെയായി പോയല്ലോ എന്ന് പറയുന്ന ദൈവദാസന്മാരോട്, ദൈവദാസികളോട്, സഹോദരനോട്, സഹോദരിയോട് ഞാൻ പറയുന്നു, ഇറങ്ങിയത് നീ വെറുതെയല്ല. ആമേൻ. ആമേൻ. ഇത് നിർഭാഗ്യവശാലാണല്ലോ ഈ റൂട്ടിന് വന്നേ, നിർഭാഗ്യവശയല്ല. ആമേൻ. ഭാഗ്യവശാൽ. ആമേൻ. നിർഭാഗ്യവശമല്ല, ഭാഗ്യവശാൽ നീ ഈ ക്രൂശിന്റെ അടുത്തെത്തി. ഇത് നിനക്ക് വേണ്ടി ശീമോനെ ദൈവം ഒരുക്കിയ ദിവസം, നിന്റെ തലമുറയെ, നിന്റെ ദേശത്തുള്ള നിന്ദയെ, നിന്റെ ദേശത്തുള്ള അവഗണനയിൽ നിന്ന് നിന്നെ പൊക്കിയെടുക്കാൻ ദൈവം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം. ആമേൻ. പ്രൈസ് ഗോഡ്. പക്ഷെ നിനക്ക് ആദ്യമൊന്നും മനസ്സിലാകത്തില്ല ശീമോനെ. നീ ഓർക്കും, ഒരു പകൽ മുഴുവൻ അധ്വാനിച്ച് വേർപ്പുമായി ആ പണി ഡ്രസ്സുമായി വരുന്ന, ഒന്ന് വീട്ടിൽ പോയി കിടന്നാ മതി എന്ന് പറഞ്ഞു വരുന്ന എൻ്റെ ചുമലിലേക്ക് വീണ്ടും ഈ ശാപ ക്രൂശ് ഏറുകയാണല്ലോ, വീണ്ടും ഭാരമേറുകയാണല്ലോ. അവനാകെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ടും വേദനപ്പെട്ടും വെറുപ്പോടെയാണ് ക്രൂശെടുത്തം ചുമലി വെക്കുന്നത്. പക്ഷേ ഒത്തിരി മുമ്പ് ഒരു അല്പദൂരം ചെന്നതേ അവന്റെ കപ്പാസിറ്റി അറിയുന്നു. യേശു ക്രൂശ് വേഗത്തിൽ യേശുവിൻ്റെ തോളിലേക്ക് വെച്ചു.
അവിടെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു ചിന്ത, നിനക്ക് എന്തോരും ഈ ക്രൂശ് വഹിക്കാൻ പറ്റുമെന്നും യേശുവിനറിയാം. ശിമോനെ, നീ ക്ഷീണിതനാണ്, നിനക്ക് ഈ ക്രൂശ് വഹിക്കാൻ കഴിയത്തില്ല എന്നും അധിക ദൂരം നീ പോകത്തില്ല എന്നും നീ വീഴുമെന്നും നീ ഇടറുമെന്നും ശിമോനെ എനിക്കറിയാം. അതുകൊണ്ട് വേഗത്തിൽ യേശുവിൻ്റെ തോളിലേക്ക് വീണ്ടും ആ ക്രൂശ് വാങ്ങിവെച്ചു. ആമേൻ. സഹോദര, സഹോദരി, നിങ്ങൾ പോകുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, നിങ്ങൾ ക്രൂശ് എന്ന് പറയുന്നത് നീ ഇടറുമെന്ന് കണ്ട് ഇനി നിനക്ക് ആ ക്രൂശ് വഹിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നറിഞ്ഞ് നീ അനുഭവിക്കുന്ന, നീ ചുമക്കുന്ന, ഇപ്പോൾ നീ നേരിടുന്ന പ്രശ്നത്തെ, ആ ക്രൂശിനെ യേശു എടുത്തു മാറ്റാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ക്രൂശും മാറ്റുമെന്ന് ഞാൻ പറയത്തില്ല. എന്നാൽ ദൈവിക പദ്ധതിയിലുള്ള ചില ക്രൂശുകളെ അവൻ എടുത്തു മാറ്റും. യേശു പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഭാരം എൻ്റെ മേലിട്ട് കൊള്ളുക. നീ ഇപ്പോൾ വഹിക്കുന്ന ഭാരമേറിയ വിഷയമുണ്ടല്ലോ, യേശു ഏറ്റെടുക്കാൻ പോവുക. ആമേൻ. നിന്റെ തലമുറയുടെ വിഷയം, നിന്റെ ജീവിത പങ്കാളിയുടെ വിഷയമുണ്ടല്ലോ, നീ പറഞ്ഞില്ലേ ക്രൂശ, ഞാൻ മടുത്തു, ഇതുകൊണ്ട് ഇനി എനിക്ക് നടക്കാൻ പറ്റത്തില്ല, ഇനി എനിക്ക് മുമ്പോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല, ഇനി മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ കാലിടറുന്നു, എൻ്റെ മനസ്സിടറുന്നു എന്ന് പറയുന്ന സഹോദരി, കുടുംബജീവിതത്തിൻ്റെ അകത്ത് സഹോദര, അമ്മ ജോലിയിൽ സഹോദര, അമ്മ ശുശ്രൂഷയിൽ എൻ്റെ ദൈവദാസനെ കാലിടറുന്നു എന്ന് പറയുന്നവരെ, നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ കപ്പാസിറ്റി, നിന്റെ ആരോഗ്യം, നിന്റെ സ്പിരിച്വലി നിന്റെ കപ്പാസിറ്റി അറിയുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ വീടിൻ്റെ സാഹചര്യം അറിയുന്നൊരു കർത്താവുണ്ട്. നിന്റെ തലമുറയെ അറിയുന്നൊരു കർത്താവുണ്ട്. നിനക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും, നിന്റെ കപ്പാസിറ്റി അറിയുന്ന, നിന്റെ വിശ്വാസത്തിൻ്റെ വലിപ്പം അറിയുന്ന കർത്താവ് യേശു. നീ ഭാരമെന്ന് പറഞ്ഞു നിൽക്കുന്ന ക്രൂശിനെ യേശു എടുക്കാൻ പോകും. യേശു അതിനെ എടുത്തു മാറ്റാൻ പോകുന്നു. ആമേൻ. പക്ഷേ നിർബന്ധമല്ല, സ്വയം ഇഷ്ടത്തോടെ ഇറങ്ങിത്തിരിച്ച, കർത്താവിന് വേണ്ടി ചുമൽ കൊടുത്ത, കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന, വിശ്വാസ ഗോളത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച, ആത്മീയ ഗോളത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച സഹോദര, സഹോദരി, ഇത് അബദ്ധമല്ല, ദുശാപമല്ല. ഇപ്പൊ നീ ഞെരുക്കത്തിലായിരിക്കാം, ഇപ്പൊ നീ പ്രയാസത്തിലായിരിക്കാം, ഇപ്പൊ നീ വേദനയിലായിരിക്കാം നീ പോകുന്നേ. പക്ഷേ നീ ഇന്നുവരെ കാണാത്ത ഒരു അനുഗ്രഹം, ഒരു നന്മ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ഇത്തരം വർഷം നിന്റെ കുടുംബം, നിന്റെ തലമുറ കാണാത്ത നന്മ, കാണാത്ത അനുഗ്രഹം, പ്രതീക്ഷിക്കാത്ത പൊസിഷൻ നിന്റെ തലമുറയ്ക്ക് ഉണ്ടാകാൻ പോകുന്നു. റീസൺ, കാരണം ക്രൂശ് എടുത്തു എന്നുള്ള, വേദപുസ്തകം നീ ചുമന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ, യേശുവിൻ്റെ ക്രൂശ് എടുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ, ആമേൻ, കുറിയാനക്കാരനായ ശീമോന്റെ തലമുറ വലിയ പൊസിഷനിലേക്ക് കയറ്റി ദൈവം മാനിച്ച് ആ കുടുംബത്തെ ഇന്നും ചരിത്ര പുസ്തകത്തിൽ, ഇന്നും ബൈബിളിൻ്റെ താളിൽ അവരുടെ പേര് വരെ എഴുതി വച്ചിരിക്കുന്നുവെങ്കിൽ, ആമേൻ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച്, ആമേൻ, വേദപുസ്തകം എടുത്ത് ഇറങ്ങിത്തിരിച്ച സഹോദര, സഹോദരി, അഭിഷിക്തനെ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിന്റെ തലമുറ അപ്പം ഇരക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീതിമാന്റെ തലമുറ അപ്പം ഇരക്കത്തില്ല. നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിന്ദിക്കപ്പെട്ട ദേശത്ത് ഏറ്റവും മാന്യതയുള്ള തലമുറയായി, ഏറ്റവും മാന്യതയുള്ള കുടുംബമാക്കി കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നീ ചിന്തിക്കാത്ത പൊസിഷനിലേക്ക് നിന്റെ തലമുറയെ കർത്താവ് ഉയർത്താൻ പോകുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ പറയാൻ പറ്റുമോ? നിർബന്ധത്തിലല്ലോ, സ്വന്തം ഇഷ്ടപ്രകാരം കർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച, കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദൈവമേതല്ലേ, നിന്റെ തലമുറയും നീയും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. ദേശത്തിൽ ഏറ്റവും മാന്യതയുള്ള,
ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി. ഇപ്പോൾ അവരുടെ റൂട്ട് വ്യത്യസ്തമായിരിക്കാം. ഇപ്പോൾ അവരെ നീ പ്രതീക്ഷിക്കുന്ന, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നും ആയിരിക്കത്തില്ല അവർ വരുന്നത്, അവർ പോകുന്നത്. പക്ഷെ നീ ചിന്തിക്കാത്ത ലെവലിലേക്ക് നിന്റെ തലമുറയെ, നീ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷ, ഇപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ, ഇപ്പോൾ നീ ഇറങ്ങിത്തിരിച്ച ഈ മാർഗം, ഇപ്പോൾ നീ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം നാളത്തെ അനുഗ്രഹമായി, ഇപ്പോഴത്തെ ഈ ക്രൂശ് നാളത്തെ നിന്റെ തലമുറകളുടെ അനുഗ്രഹമായി മാറാൻ പോകും. ഇപ്പോൾ നീ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ, ശോധനകൾ, ശൂന്യതകൾ നാളുകളിലെ തലമുറകളുടെ അനുഗ്രഹമാക്കി, നന്മയാക്കി, ഉയർച്ചയാക്കി പരിശുദ്ധാത്മാവിന് ഇതിനെ മാറ്റാൻ പോകുന്നു. ആമേൻ. ഇങ്ങനെ തകർന്നിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് കൈമാറാൻ പറഞ്ഞ ദൈവ ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ഭാരപ്പെടേണ്ട സഹോദര, ഭാരപ്പെടേണ്ട സഹോദരി, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തല ഉയരും, നിന്റെ തലയെ ദൈവം ഉയർത്തും. ആമേൻ. ഏറ്റവും മാന്യതയുള്ള കുടുംബമാക്കി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരും. ഈ ക്രൂശ് കൊണ്ട് ഞാൻ തീരുമോ? ഇല്ലെന്നേ, തീരത്തില്ല. എനിക്ക് ചുമക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കർത്താവ് കൃപ തരും, കർത്താവ് ശക്തി തരും, കർത്താവ് ബലം തരും. യേശു കൂടെ ഇല്ലേ? ഈ ക്രൂശൻ കൊടുത്തിട്ട് യേശു വേറെ റൂട്ടിന് പോയോ? ഇല്ല. ശീമോന്റെ കൂടെ തന്നെ യേശു ഉണ്ട്. ഈ ക്രൂശ് ശീമോൻ ചുമക്കുമ്പോഴും യേശു കൂടെ തന്നെ ഉണ്ട്. നീ ക്രൂശ് വഹിക്കുമ്പോഴും യേശു നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ക്രൂശ് വഹിക്കുമ്പോൾ, നമ്മൾ പ്രതിസന്ധികൾ നേരിടുമ്പോൾ, നമ്മൾ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ യേശു നമ്മുടെ കൂടെയുണ്ട്, ഭാര്യകത്തുണ്ട്. നമ്മൾ വീഴുന്നതിൻ്റെ മുമ്പേ നമ്മളുടെ ക്രൂശിനെ താങ്ങി പിടിക്കാൻ, നമ്മുടെ ക്രൂശിനെ അവൻ്റെ ചുമലിലേക്ക് വെക്കാൻ യേശു നമ്മുടെ കൂടെയുണ്ട്. നീ വീഴത്തില്ല, നീ ഇടറിപ്പോകത്തില്ല, നീ തീരത്തില്ല. ഈ ക്രൂശ് കൊണ്ട് തീരുമോ? ഇല്ല, ഇല്ല, ഇല്ല. ഈ ക്രൂശ് കൊണ്ട് തീരത്തില്ല. ഈ ക്രൂശ് കൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. ആമേൻ. ഈ ക്രൂശ് കൊണ്ട് നീ രക്ഷപ്പെടാൻ പോവുക. ആമേൻ, ആമേൻ. വിശ്വാസത്തോടെ നിങ്ങൾ ആമേൻ പറഞ്ഞ ദൂതനെ സ്വീകരിച്ചോ. ഇപ്പോൾ നിങ്ങൾ വഹിക്കുന്ന ക്രൂശ് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറാൻ പോകുന്നു. ആമേൻ. പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, കർത്താവേ, ഇത് വന്നേ പിന്നെ ഞാൻ ഇങ്ങനെയായി പോയത്. ആമേൻ. ഈ തലമുറ, ഈ ജീവിത പങ്കാളി, ഈ ജോബ്, ഈ സിറ്റുവേഷൻ, ഈ ദേശം, ഇത് എന്ന് വന്നു അന്ന് ഈ ക്രൂശ് എന്നെ തലയിൽ കയറിയോ, ഈ ക്രൂശ് എന്ന് എൻ്റെ ചുമലിൽ കയറിയോ, ഈ വിഷയത്തിന് എന്ത് കൈ കൊടുത്തോ അന്ന് തൊട്ട് എനിക്ക് തലവേദനയാണ്, അന്ന് തൊട്ട് എനിക്ക് ടെൻഷനാണ്, അന്ന് തൊട്ട് എൻ്റെ സമാധാനം പോയി. ഇതിനെപ്പോ ഒരു പരിഹാരമുണ്ടാകും. ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും? എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവോ? അവർ രക്ഷപ്പെടുവോ? രക്ഷപ്പെടും. നിന്റെ തലമുറ രക്ഷപ്പെടും. നമ്മുടെ തലമുറ രക്ഷപ്പെടും. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. കാരണം നിർബന്ധിച്ചാലും തന്ന ക്രൂശല്ല, സ്വന്തം ഇഷ്ടപ്രകാരം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജലത്തിൽ അവനെ സാക്ഷീകരിച്ച് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സാക്ഷീകരിക്കപ്പെട്ട ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി നമ്മുടെ തലമുറ മാറും. ദേശത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി നമ്മുടെ കുടുംബം മാറും. കാരണം സ്വയം മനസ്സോടെ രണ്ട് കരങ്ങളും നീട്ടി നമ്മൾ സ്വീകരിച്ചതാണ് ഈ ക്രൂശ്. ക്രിസ്തീയ ജീവിതം, യേശുവിൻ്റെ കൂടെയുള്ള വാസം. അന്ന് ആ ക്രൂശ് വഹിച്ച ശീമോനെയും അവൻ്റെ തലമുറയും ഇങ്ങനെ അനുഗ്രഹിച്ചെങ്കിൽ, യേശുവിനെ വഹിക്കുന്ന, യേശുവിൻ്റെ സാന്നിധ്യം വഹിക്കുന്ന നമ്മളെ എത്ര അധികമായി കർത്താവ് മാനിക്കും. പ്രയാസപ്പെടരുത്, നിരാശപ്പെടരുത്, ദുഃഖിക്കരുത്. ഇനി ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഇനി ഞങ്ങൾക്കൊരു അഭിവൃദ്ധി ഉണ്ടാകത്തില്ല, ഇനി ഞങ്ങൾക്കൊരു നന്മ ഉണ്ടാകത്തില്ല, ഇതുകൊണ്ട് തീർന്നു പാസ്റ്ററെ, ഇതുകൊണ്ട് തീർന്നു ബ്രദറെ. ഇല്ലെന്നേ, അത് നമ്മളല്ലേ പറഞ്ഞ് തീർന്നെന്ന്. കർത്താവ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ കർത്താവ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ദൈവമഹത്വം നിങ്ങൾ കാണാൻ പോകുന്നു. ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ കാണാൻ പോകുന്നു. നീ തീർന്നു എന്ന് പറയുന്ന എടുത്തുനിന്ന് കർത്താവ് തുടങ്ങും. നീ തീർന്നു എന്ന് പറയുന്ന എടുത്തുനിന്ന് കർത്താവ് തുടങ്ങാൻ പോവുക.
വിശ്വസിക്കുക, നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. വിശ്വസിക്കുക, നിന്റെ തലമുറ അത്ഭുതമായി മാറാൻ പോകുന്നു. വിശ്വസിക്കുക, നിന്റെ ജീവിത പങ്കാളി ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. വിശ്വസിക്കുക, നിന്റെ പാരൻസ് ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. വിശ്വസിക്കുക, നിന്റെ കുടുംബം ഒരു അത്ഭുതമായി മാറാൻ പോകുന്നു. ആമേൻ. പലരും നിർബന്ധിച്ച് ചില ക്രൂശ് നിന്റെ മേൽ ഏൽപ്പിച്ചെങ്കിൽ, പലരുടെ നിർബന്ധ നിമിത്തം പലതിൽ നീ അകപ്പെട്ടുവെങ്കിൽ, അതിൻ്റെ അകത്തുനിന്ന് കർത്താവ് നിന്നെ പൊക്കിയെടുക്കാൻ പോകും. നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, നീ ആഗ്രഹിച്ചതല്ല. പലരുടെ നിർബന്ധം, പലരുടെയും ചതി നിമിത്തം, പലരുടെയും ഉപായം നിമിത്തം നീ കുരുങ്ങിപ്പോയെങ്കിൽ, നീ അകപ്പെട്ടു പോയെങ്കിൽ, നീ കഷ്ടതയിലായെങ്കിൽ, നീ ശൂന്യതയിലായെങ്കിൽ പേടിക്കണ്ട. കർത്താവ് നിന്നെ ആ വിഷയത്തിൽ നിന്ന് പൊക്കിയെടുക്കാൻ പോകും. ആ ക്രൂശിനെ, ആ പ്രശ്നത്തെ കർത്താവ് പൊക്കിയെടുത്ത് മാറ്റാൻ പോകും. നിന്നെ സ്വതന്ത്രനാക്കും. നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ ക്രിസ്തുവിലുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് യേശു കയറ്റാൻ പോകും. വിശ്വസിക്കുക, ആമേൻ പറയുക, ദൂതനെ ഏറ്റെടുക്കുക. അത്ഭുതം നീയും നിന്റെ തലമുറയും കാണും. ശിമോൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു. ശിമോൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ കുടുംബം രക്ഷപ്പെടുന്നു. എന്നും ഈ നിന്നെ സഹിച്ച് ഈ വയലിൽ അധ്വാനിച്ച് ഞാൻ കഴിയും എന്ന് ചിന്തിച്ച്, പക്ഷെ അവൻ പോലും അറിയാതെ അവൻ്റെ ചരിത്രം തിരിയുകയായിരുന്നു. അവൻ പോലും ചിന്തിക്കാതെ അവൻ്റെ വീടിൻ്റെ രൂപം, അവൻ്റെ മക്കളുടെ ശൈലികൾ മാറുകയായിരുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവം മാറുകയായിരുന്നു. അവൻ പോലും അറിയാതെ അവൻ്റെ ചരിത്രം, അവൻ്റെ കുലത്തിൻ്റെ ചരിത്രം തിരിയാൻ തുടങ്ങി. അവൻ പോലും അറിയാതെ അവൻ്റെ വീടിൻ്റെ രീതികൾ, വീടിൻ്റെ ഭാവങ്ങൾ, അവൻ്റെ ഭാവങ്ങൾ മാറി തുടങ്ങി. അവൻ പോലും ചിന്തിക്കാത്ത ലെവലിൽ, അവൻ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ അവൻ്റെ തലമുറയും അവൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, ആമേൻ, നീ ചിന്തിക്കാത്ത സമയത്ത് നീയും നിന്റെ തലമുറയും, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ പലരും നിന്ദിക്കുന്നുണ്ടാവാം. നീ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചതിൻ്റെ പേരിൽ, നീ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതിൻ്റെ പേരിൽ, നീ ശുശ്രൂഷിക്കുന്നതിൻ്റെ പേരിൽ, നീ വിശ്വാസ സ്നാനം സ്വീകരിച്ചതിൻ്റെ പേരിൽ, നീ യേശുവിനെ വിളിക്കുന്നതിൻ്റെ പേരിൽ ഒത്തിരി നിന്ദിക്കപ്പെടുന്നുണ്ടാകാം, ഒത്തിരി വേദന സഹിക്കുന്നുണ്ടാകാം, ഒത്തിരി ഒറ്റപ്പെടുന്നുണ്ടാകാം. പേടിക്കണ്ട, നിന്റെ ദിവസമായി, നമ്മുടെ ദിവസമായി, ദൈവപ്രവൃത്തിയുടെ അനുഗ്രഹത്തിൻ്റെ എഴുന്നേൽപ്പിൻ്റെ ദിവസമായി. സ്വർഗം എഴുന്നേൽപ്പിക്കുന്ന, സ്വർഗം ഉറപ്പിക്കുന്ന, സ്വർഗം പുറത്തു കൊണ്ടുവരുന്ന ദിവസം. ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന ദൂരം, കപ്പാസിറ്റി അറിയുന്ന കർത്താവ് ഇനി അധികം ടൈം നിങ്ങൾ വഹിക്കുന്ന ക്രൂശ് നിങ്ങളുടെ കയ്യിൽ അവൻ ഏൽപ്പിക്കത്തില്ല. അവൻ എടുത്തു മാറ്റും, നിങ്ങളെ സ്വതന്ത്രമാക്കും. നിങ്ങളുടെ തലമുറ, നിങ്ങളെ അവൻ സ്വതന്ത്രമാക്കും. നീ ഫ്രീയായി സ്വാതന്ത്ര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന, കർത്താവിന് വേണ്ടി ഓടുന്നവരാക്കി പരിശുദ്ധാത്മാവ് നിങ്ങൾ ഉപയോഗിക്കും. ആമേൻ. കർത്താവ് നിങ്ങളുടെ തലമുറയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അത്ഭുതമായി നിങ്ങളുടെ കുടുംബം ഒരു അത്ഭുതമായി മാറട്ടെ. ആമേൻ. സ്വർഗം ഈ ദിവസങ്ങളിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരട്ടെ. നിർഭാഗ്യവശാലല്ല, ഭാഗ്യവശാൽ തന്നെയാണ് ഈ നാമത്തിന് വേണ്ടി ഇറങ്ങിയത്, ഈ നാമത്തിന് ചുമൽ കൊടുത്തത്. അത് നീ കാണാൻ പോകുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് തന്ന 1-2 പ്രവചന ശബ്ദം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോം പട്ടണത്തിൽ ഇന്നുവരെയും റോം പട്ടണം കാണാത്ത, ഇന്നുവരെയും റോം പട്ടണത്തിൽ, റോമിൽ ഇന്നുവരെയും ഭൂമി കുലുക്കം ഉണ്ടായിട്ടില്ല. പക്ഷേ റോമിൽ ഭൂചലനം ഉണ്ടാകാൻ പോകും. അവിടെ മാത്രമേ ഉണ്ടാകാത്തൊരു സ്ഥലം, പട്ടണത്തിൽ, റോമിൽ ഭൂമി കുലുക്കം ഉണ്ടാകാൻ പോകും. ഇസ്രായേലിനോടുള്ള പ്രവചനം, ഇസ്രായേലിൽ
വൻ തീപിടുത്തം. എന്നോട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു. ആ തീ പടർന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ തീ നശിപ്പിച്ചത് മുഴുവൻ പൂർവാധിക ശക്തിയോടെ കയറി വരും. അതുപോലുള്ള ഒരു ക്ലൈമറ്റ് അവിടെ ഉണ്ടാകും. വൻ മഴ ഇസ്രായേൽ രാജ്യത്തുണ്ടാകാൻ പോകും. ഇസ്രായേൽ രാജ്യത്ത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന, 7 ദിവസം നീണ്ടു നിൽക്കുന്ന മഴ പെയ്യാൻ പോകും. 7 ദിവസം. അത് സാധാരണ മഴയല്ല. ഭൂമിയെ തണുപ്പിക്കുന്ന, പ്രളയം വരെ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള മഴ, പേമാരി ഉണ്ടാകും ഇസ്രായേൽ രാജ്യത്ത്. ഇസ്രായേൽ രാജ്യത്ത് കാലാവസ്ഥയ്ക്ക് വലിയ വ്യതിയാനം സംഭവിക്കുന്നു. ഇസ്രായേൽ ഇന്നലെ രാത്രിയിൽ ദൈവാത്മാവ് എന്നോട് കാണിച്ചതും എന്നോട് പറഞ്ഞതും, ഇസ്രായേൽ രാജ്യത്ത് ഒരു വലിയ വിള്ളൽ നേരിടുന്നു. വലിയ വിള്ളൽ ഉണ്ടാകും. ആ വിള്ളൽ ഭൂമി രണ്ടായി ഇങ്ങനെ പിളർന്ന് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകാൻ പോകും ഇസ്രായേൽ. ആമേൻ. ഭൂചലനം ഉണ്ടാകാൻ പോകും ഇസ്രായേൽ രാജ്യത്ത്. കുറച്ച് നല്ല നീളത്തിലാണ് ഈ ഭൂമി വിണ്ടുകീറി നിൽക്കുന്നത് കാണും. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ദൈവമഹത്വം ചലിക്കട്ടെ, ദൈവഹിതം, ദൈവ ഇഷ്ടം നടക്കട്ടെ. രാജ്യങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങട്ടെ. രാജ്യങ്ങളെ നമുക്ക് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവമക്കൾ പ്രാർത്ഥിക്കുക, വചനങ്ങൾ കേൾക്കുക, ആമേൻ പറയുക, എല്ലാവരെയും അനുഗ്രഹിക്കുക. നിങ്ങളെ ശപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.